ആത്മീയത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നതിനും ഇടയാക്കി. 3.5 വർഷക്കാലം ഇരുത്തറ സഭയിൽ അതിനുശേഷം ശുശ്രൂഷിച്ചു. തൻ്റെ പെട്ടെന്നുള്ള ആ വിയോഗം അറിഞ്ഞപ്പോൾ എനിക്കും ദുഃഖമായി. എന്നാൽ ഇവിടെ ദുഃഖമാണെങ്കിലും സ്വർഗത്തിൽ അത് ലാഭകരമാണെന്നുള്ള ഒരു വിശ്വാസം അക്കരെ നാട്ടിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്തരുടെ പരിശുദ്ധ നാമത്തിക്ക് സ്തോത്രം. ആശീർവദിക്കപ്പെട്ടതാണ് ഇന്നാളിലും കൂടെ പരലോകം കളി കൂറുകൃതാൻ പരിശുദ്ധ ദാസൻ നിമിത്തமாக പരലോകം കളി കൂറുകൃതാൻ ഇന്ന് നാളിലും കൂടെ പരിശുദ്ധവാൻകൾ മத்தியிലും കൂടെ ദൈവജനങ്ങൾ മத்தியிലും എന്നെ സാക്ഷിയാ നിർത്തുന്ന എൻ്റെ ദേവാദി ദേവനെ നന്ദി നിറഞ്ഞതോട് സ്തോത്രിக்கிறேன் സ്തുതിக்கிறேன். കർത്തർ ദാമേ இந்த പരിശുദ്ധവാനുടെ ഐക്യത്തിൽ എങ്കിലും കൂട്ടിച്ചേർത്തതാണ് ദേവനുടെ നാമം മഹിമപ്പെടുത്തക്ക വിധமாக പരിശുദ്ധ ദാസൻ വെങ്കഞ്ചിയിൽ ஊழியம் செய்து கொண்டிருந்த போது வளவளையிலும் கூட சிறு சபையை ஏற்படுத்த வேண்டும் என்று ஓலை குடிசையில் இருந்தாவது தேவனுடைய நாமத்தை மகத்துவப்படுத்த ஆத்மாக்களை ஆதாயப்படுத்தத்தக்க விதமாக ஆத்மபாரம் அதிகமாக உள்ளது நிமித்தமாக இந்த தாசன் மூலமாக வளவளையிலே வேலை ஆரம்பிக்கவும் இந்த சபையின் முகாந்திரமாக அதிகமாக ஆத்மாக்களை தேவன் தாமே ஆதாயப்படுத்தத்தக்க விதமாகவும் பரிசுத்த தாசன் மூலமாக தேவன் தாமே ஆத்மாக்களை ஆதாயப்படுத்தினதான ஜனங்களையும் கூட தேவன் தாமே கடைசி பரியந்தம் இந்த பரிசுத்த தாசன் ஓடினதான ஓட்டத்தை எல்லா உள்ளங்களும் ஓடி தேவனுடைய ராஜ்யத்தில் சென்று சேரத்தக்க விதமாக தேவன் தாமே உதவி செய்யும்படியாகவும் இனி தேவன் வைத்திருக்கிறதான நித்திய ராஜ்யத்திற்காக நாங்கள் காணப்பட எங்களை ഇതിനൊക്കെ വേണ്ടി ജപിക്കാൻ വേണ്ടി കേട്ട് സാക്ഷി നോക്കി സ്തോത്രം. ദൈവനാമത്തിൽ നിന്നോട് സ്തുതിക്കുന്ന ഒരു സാക്ഷിയെ നിൽപ്പാൻ കർത്താവ് കൃപതം സഹായിച്ചിനോത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചനെ കുറിച്ച് എനിക്ക് 2 വാക്ക് സാക്ഷി പറയാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 വർഷത്തോളം ബെഡിലായിരുന്നു. ഞാൻ വളരെയേറെ ഭാരത്തിലും ദുഃഖത്തിലുമായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ വയ്യാതെ വണ്ണം 2 വർഷത്തോളം സ്ട്രോക്ക് വന്ന് ഞാൻ ബെഡിൽ കിടന്നിരുന്നപ്പോൾ ഞാൻ കിടക്കയിൽ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് മറ്റുള്ള പാസ്റ്റർമാരുടെ അടുത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല, എന്നെ വിടരുതേ, അയക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എവിടെയെങ്കിലും നമ്മുടെ വിശുദ്ധന്മാരെവിടെയെങ്കിലും നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവമേ നീ എന്നെ അറിയിക്കണമേ, എൻ്റെ കാതുമേ കേൾപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് മുഖാന്തരം ജിജോ ബ്രദർ അച്ചായനെ വിളിച്ച് പറഞ്ഞു, അച്ചാ ഇങ്ങനൊരു അച്ചായനുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ചേച്ചിക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ താല്പര്യത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാനായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഓർമ്മയെല്ലാം പോയി, എൻ്റെ സംസാരശേഷിയെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. അത് ഒരു ബന്ധനത്തിൽ കിടക്കുകയായിരുന്നു. ഞാൻ തല വെച്ച് നൂർന്നിരിക്കാൻ പറ്റത്തില്ലാതെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ 2-3 പേര് വേണം എന്നെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ. ആ ഒരവസ്ഥയിലാണ് ഞാൻ കിടന്നിരുന്നത്. അന്നേരം ഇങ്ങനെ ജിജോ ബ്രദർ ഇങ്ങനെ പറയുന്നത് കേട്ടു. അങ്ങനെ ആ മുഖാന്തരം എൻ്റെ അനിയനും എൻ്റെ പാപ്പനും ആൻറ്റി ഇവരെല്ലാം കൂടെ വന്ന് എന്നെ വണ്ടിയും കൊണ്ട് വന്നിങ്ങനെ കളിക്കാവളെ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ്റെ അടുത്തിരുന്നു. ആദ്യത്തെ വരവിന് പോയപ്പോൾ ചെറിയ തോതിൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴും അതുപോലെ 3ാമത്തെ പ്രാവശ്യം വരാതിരിക്കല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര തടസ്സമായിട്ടിരുന്നെങ്കിലും അച്ചായനോട് വിളിച്ച് പറഞ്ഞു, അച്ചായ എനിക്ക് വരാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, വീട്ടിൽ മാറി പനി പിടിച്ചുകൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയത്തില്ല, 1 മിനിറ്റ് വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കും പനി വന്നുകൊണ്ടിരിക്കുക, എന്താണെന്നറിയില്ല അച്ഛാ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, വരാനുള്ള തടസ്സമാണ്. 2 ഭവനത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി അവിടെ ചെന്നു. ആർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നൊരു ബന്ധനത്തിലായിരുന്നു. ആരെന്നെ കാണാൻ വന്നാലും അവർക്ക് സുഖമില്ലാതെ ആകണം, എൻ്റെ മുഖം തിരിച്ചു പോകണം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴും ഞാൻ ആത്മാവിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി. എന്നെ അവിടെ ഇവിടെയൊക്കെ നിർത്തി വണ്ടി നിർത്തി കിടത്തിക്കൊണ്ട് പോയി. എന്നെ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. 3ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ പൂർണ്ണ വിടുതലായി എനിക്ക്. എൻ്റെ ശിക്കാരബരധീര എൻ്റെ തല നിവർന്ന് നിന്നു. അതിൽ പിന്നെ എല്ലാവർക്കും എന്നെ കാണാനും
എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനല്ല സംസാരിക്കുന്നത്, കർത്താവേ നീയാണ് സംസാരിക്കുന്നത്, എന്നെ സംസാരിക്കുന്നതിന് മുഖം തിരിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ കുറ്റമല്ലല്ലോ കർത്താവേ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. എൻ്റെ അപ്പൻ അത് ശ്രദ്ധയോടെ കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ ഇന്നത്തോളം ദൈവം എന്നെ എഴുന്നേറ്റുണ്ടെന്ന് വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയും സാക്ഷിയായി. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിട്ട് മഹത്വത്തിൽ പ്രവേശിച്ച ഈ പ്രിയ പാസ്റ്ററെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷി പറയാനും ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ പാസ്റ്റർ മദ്രാസിൽ നിന്ന് മാറി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുമ്പോൾ ഞങ്ങൾ സെൻട്രൽ പൈത്തോമിലുണ്ട്. ഇവിടെ പലരും പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൽ ആ താഴ്മ, സൗമ്യത, ആദ്യം ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധന്മാർക്ക് അന്ന് ആ കാലയളവിലുള്ള നടത്തിപ്പുകാർക്ക് വലിയ ആശ്വാസവും സമാധാനമായി ഇരിക്കുന്ന ഒരു അനുഭവമായതുകൊണ്ട് തന്നെ പലയിടത്തും പ്രാർത്ഥിപ്പാനെല്ലാം അയക്കുമായിരുന്നു. വലിയ തുറ വേല ഒരു വിശ്വാസിയുടെ വീട്ടിൽ വെച്ച് തുടങ്ങി അങ്ങയുടെ കൂട്ടങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച സഹായം കഴിഞ്ഞിട്ട് വൈകിട്ട് മീറ്റിങ്ങിന് അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ മാറി മാറി സിസ്റ്റേഴ്സ് ഞങ്ങളെ അയക്കുമായിരുന്നു. അങ്ങനെ അവിടെ പോയി കൂട്ടമെല്ലാം നടത്തിയതിന് ശേഷം വീണ്ടും ബലവാന്നേർന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് അവിടെയും 10-15 വീട്ടുകാർ കൂടി ഒരു ആരാധനയുണ്ട്. അവിടെ എല്ലാം നടന്നു പോയി. ആരാധന മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നടന്ന് മണക്കാട് വന്ന് ബസ് കയറി അങ്ങനെ വരും. അപ്പോൾ തന്നെ പല പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിനെയൊന്നും തരണം ചെയ്യാതെ അന്നേ അതിലെല്ലാം ഒരു ഭയമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ധീരതയോടെ നിൽക്കും. മരണം വന്നാലും സാരമില്ല എന്ന് പറയും, പേടിക്കരുതെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സെൻട്രൽ പൈത്തോമിൽ സത്യ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ വിശ്വാസി രക്ഷിക്കപ്പെട്ട് അവിടെ വിശ്വാസിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മകന് നല്ല സുഖമില്ലാതായി. പെട്ടെന്ന് തൻ്റെ സുബോധമെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലെ സഹോദരങ്ങളെയോ മാതാവിനെയോ ആരും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ അമ്മയും സഹോദരങ്ങളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു നിലവരമുണ്ടായിരുന്നു. പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട്, ചുരുക്കി പറയുവാണ്. വലിയൊരു വീട് അന്ന് തന്നെ 6-7 മുറിയുണ്ടെങ്കിലും ഈ വീട് മൊത്തവും കരസ്ഥമാക്കിയിട്ട് അമ്മയെ പുറത്ത് ആക്കി. അമ്മ ഒരു വെളിയിൽ ഒരു ചെറിയ ഒരു വിറവ് വരയ്ക്കുള്ള ഒരു ചെറിയ ഷെഡിൽ ബാത്റൂമിൽ ഒരു കസേരയിട്ട് പല വർഷങ്ങൾ അവിടെ ഇരുന്ന് രാവും പകലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ദിവസം അമ്മയ്ക്ക് ശരീരത്തെല്ലാം നീര് കയറി അത്യാസന നില പോലെ ആയപ്പോൾ അന്നിരുന്ന നടത്തിപ്പുകാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ അവിടെ അയച്ചു. അപ്പോൾ വിറ്റർ പാസ്റ്ററും പിന്നെ ഇപ്പോൾ റാന്നിയിലിരിക്കുന്ന സെൻട്രൽ മദർ ലിസി മദർ ഞാനും ഞങ്ങളങ്ങടെ അവിടെ ചെന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ അലറിക്കൊണ്ട് വരുന്ന ഒരു ശബ്ദത്തിലൂടെ ഓടി പാഞ്ഞ് ഞങ്ങളുടെ അകത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പീറ്റർ ബ്രദർ അന്ന് പാസ്റ്റർ അമ്മയെ കണ്ടപ്പോൾ, അമ്മയുടെ കഷ്ടത കണ്ടപ്പോൾ, അമ്മയെ എങ്ങനെ സഹായിക്കണമോ എങ്ങനെങ്കിലും സഹായിക്കണമെന്നുള്ള ഒരു ആത്മാവ് തൻ്റെ മനസ്സിൽ വന്ന് ഒരു ധൈര്യം വന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് തന്നെ ഒരു കട്ടിലെങ്കിലും എടുത്ത് പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ ഒരു ഗ്രില്ല് തുറന്ന ഉടനെ പെട്ടെന്ന് ഈ ജോഷി, മോൻ്റെ പേര് ജോഷി എന്നാണ്, ജോഷി ഓടി വന്ന് കാക്കിച്ച് എത്രയോ വർഷങ്ങളായി കുളിക്കാതെ പല്ല് തേക്കാതെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കഴിയുന്ന ആ സഹോദരൻ വന്ന് കാക്കിച്ച് മുഖത്തേക്ക് തുപ്പി. കണ്ണു നിറയെ കവം, പഴുത്ത കവം. അത് കണ്ട് ഞങ്ങൾക്ക് എന്നാൽ ആ മുഖം കഴുകാൻ പോയാൽ എന്നെയും അമ്മച്ചിയെയും ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഓർത്തിട്ട് പുള്ളി കൈകൊണ്ട് കവം അങ്ങനെ തൂത്ത് കളഞ്ഞിട്ട് പെട്ടെന്നേക്ക് യേശുവിൻ്റെ നാമം ഉരുവിട്ട് ധൈര്യത്തോടെ തന്നോട് പോരാടി അകത്തേക്ക് കയറിയ ഉടനെ അമ്മച്ചിയും ഞാനും കൂടെ പെതുക്കെ ഒരു കട്ടിൽ പിടിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇട്ട് പിന്നെ അന്ന് തന്നെ പുള്ളി തീരുമാനിച്ചു എങ്ങനെയായാലും ഈ മകനെ രക്ഷിക്കണം, വിടിവിക്കണമെന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനം തനിക്കുണ്ടായി. ഞങ്ങൾ കട്ടിൽ പിടിച്ച് അമ്മയെ അവിടെ കിടത്തി. എന്നാൽ ആ കഷ്ടതയിൽ നിന്നെല്ലാം മാതാവിനെ ദൈവം വിടുവിച്ചു. അതിനുശേഷം അമ്മ പറഞ്ഞു, എന്ത് ത്യാഗം വന്നാലും ഞാൻ സഹിച്ചു കൊള്ളാം, എൻ്റെ മോനെ ഒന്ന് സഹായിക്കണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ വലിയ തുറ വിശ്വാസികളായ സഹോദരന്മാരും ഈ പാസ്റ്ററും കൂടെ ചേർന്ന് ഒരു ദിവസം തന്നെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അന്ന് തന്നെ ആ വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ തുടങ്ങിയതിന് ശേഷം
തനിക്ക് വ്യത്യാസമുണ്ടായി. തന്നെ കർത്താവ് ആ അവസ്ഥകളിൽ നിന്നെല്ലാം വലിയ മാറ്റം വന്ന് വിടിവിക്കുവാനിടയായി തീർന്നു. അതേ ആ സന്ദർഭങ്ങളിൽ ഒരിക്കൽ പ്രാർത്ഥന നടക്കുമ്പോൾ 8-10 പേര് വീട്ടിലേക്ക് കയറി വന്നു. തൻ്റെ കഴുത്തിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിങ്ങനെ തന്നെ എഴുന്നേൽപ്പിച്ചു. താൻ അവിടെ ഒരു കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നിന്നു. എൻ്റെ കൂടെ ഇരുന്നതായ ആ അമ്മ പറഞ്ഞു, ഞങ്ങൾ ഒരു ദോഷവും ചെയ്തില്ലല്ലോ, ഇത്രയും ഭ്രാന്തനായ ഇങ്ങനെ വർഷക്കണക്കിന് വീട്ടിൽ അടച്ചിട്ട മനുഷ്യനെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ നിലയിലാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്മാറിപ്പോയി. ഇങ്ങനെ തൻ്റെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ പല ഭാഗങ്ങളിൽ താൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. തന്നിലൂടെ ദൈവം ചെയ്ത പല നന്മകളെയും കാണുവാൻ, അനുഗ്രഹങ്ങളെ കാണുവാൻ സഹായിച്ചു. ഞങ്ങളുടെ കഷ്ടതയിൽ, ശുശ്രൂഷയുടെ കഷ്ടതയിൽ എല്ലാം വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയാണ്. തൻ്റെ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ നല്ല ശുശ്രൂഷ ചെയ്ത് തന്നിൽ ആരംഭിച്ചതായ, താൻ എത്രത്തോളം സത്യത്തിന് വേണ്ടി പോരാടിയതുപോലുള്ള പരീക്ഷകൾ, കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും അവസാന നിമിഷം വരെയും തൻ്റെ പോരാടി തൻ്റെ ഓട്ടസ്ഥിരതയോട് ഓടി ആ നല്ല അവകാശത്തിൽ ചെന്ന് ചേരുവാൻ ദൈവം സഹായിച്ചതിൻ്റെ ആ സ്തോത്രം. എന്നിലും ആരംഭിച്ചതായ നല്ല പ്രവൃത്തിയെ തേക്കുവാൻ എല്ലാ ദൈവമക്കളും വിശുദ്ധന്മാരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം തരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് സാക്ഷിയാനിപ്പാൻ എന്നെയും ദൈവം കൂട്ടിച്ചേർത്തതിന് നന്ദി പറയുന്നു. ചാത്തന്നൂരിരുന്നപ്പോഴെല്ലാം ഞാൻ 2-3 പ്രാവശ്യം ഞങ്ങളെ കൊച്ചുങ്ങളെയും കൊണ്ട് വരുമായിരുന്നു. പ്രാർത്ഥിക്കാൻ പറയും. അപ്പോഴും പറയും, അമ്മ അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്കൊരു വിടുതലയാണ്, അതുവേണ്ടി നിങ്ങൾക്ക് കുടുംബത്തിനും മാത്രം ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എന്നാൽ എൻ്റെ സഹോദരൻ്റെ കുടുംബമല്ലേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അത്ഭുതം കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റിയാണ്, എന്നാൽ എന്നെ അമ്മാന്നേ വിളിക്കുള്ളൂ, വാ തുറന്ന് വിളിക്കും നിറയെ. അമ്മാവ എപ്പോഴും പോയാലും എപ്പോഴെങ്കിലും ഞങ്ങൾ വരത്തില്ല, ഒരു 6 മാസം 1 വർഷം ഇങ്ങനെ കഴിയുമ്പോഴേ വരത്തുള്ളൂ. കൊച്ചുങ്ങളെയും കൊണ്ട് 2 പിള്ളേരെയും കൊണ്ട് ഞാൻ വരുമ്പോൾ മോൻ പറയും, അമ്മ എൻ്റെ കുടുംബമാണ് പിന്നെ ഈ ആലയം, നിങ്ങൾ ഈ ആലയത്തിൽ കടന്നു വരാതെ നിങ്ങൾ മറ്റാലയത്തിലേക്ക് കടന്നു പോകുന്നു, എന്നാൽ എൻ്റെ കുടുംബമൊന്ന് നിങ്ങൾ മറന്നു പോകുകയാണ്. നിങ്ങൾ കൊച്ചുങ്ങളുമായി എൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ അരികിൽ ഒരു ദിവസം നിന്നിട്ട് പോകുവാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവിടെ കൺവെൻഷൻ നടന്ന് ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേന്ന് കൊച്ചുങ്ങൾക്ക് പരീക്ഷയായിരുന്നു തിങ്കളാഴ്ച. അപ്പം പോകണമെന്ന് പറഞ്ഞ്, ഇല്ലമ്മ പോകാൻ പാടില്ല, ഇത് നിങ്ങളെ കുടുംബമാണ്, നിങ്ങളിവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. ഒരു ദിവസം നിന്ന് ശനിയെന്ന് ഞായർ നിന്ന് ശനിയാഴ്ച വന്ന് ഞങ്ങൾ ഞായറാഴ്ച നിന്ന് തിങ്കളാഴ്ച രാവിലെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. പോണ്ടാന്ന് പറഞ്ഞ് ഞങ്ങളില്ല, പോകണം, കൊച്ചുങ്ങൾക്ക് പരീക്ഷയാണ്. അപ്പം കൊച്ചിനോട് എപ്പോഴും പറയും, മോളെ അപ്പൻ്റെ ആലയം നിങ്ങളെ വീടാണ്, നിങ്ങൾ കടന്നു വരണം. അവിടെയുള്ള പിന്നെ സിസ്റ്റർമാരടുക്കെ എല്ലാം പറയും, ഇവള് വായാരിയാണ്, കാന്താരിയാണ്, ഇവള് എപ്പോഴും വായിട്ട് ചലയ്ക്കും. അപ്പോഴും അവരെല്ലാവരും പറയും, അപ്പച്ചനെ പോലെയാണ്, അപ്പച്ചൻ്റെ മോള് സംസാരിക്കണേന്ന് പറയും. ഞാൻ ഇപ്പോൾ ഒരു പിന്നെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവന്ന്, അവർക്ക് 2-3 മക്കളുണ്ടായിരുന്നു. 2 മക്കളും മരിച്ചുപോയി. ആ മക്കൾ, ഒരു പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അവരെ അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അപ്പച്ചൻ പ്രാർത്ഥിച്ച് അവർക്ക് വിടുതല കൊടുത്ത് ഇപ്പം അവർ പന്നിമറ്റ സഭയിൽ ചേർന്ന് പോകുകയാണ്. വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിയെ നിർത്തും. ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ദിവസനിൽ പ്രവേശിക്കപ്പെട്ട പാസ്റ്റർപ്പച്ചനെ പറ്റി ഒരു വാക്ക് പറയുവാൻ തക്കണം. ദൈവം സഹായിച്ച ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വിക്ടർപ്പച്ചനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കൊട്ടാരക്കര സെൻറ്ററിൽ കടന്നു വന്നപ്പോൾ പ്രിയ പാസ്റ്ററെ കാണുവാനും തൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ അനുഭവിച്ചറിയുവാനും എല്ലാം ദൈവം സഹായിച്ചു. കഴിഞ്ഞ ഈ ചൊവ്വാഴ്ച രാത്രിയിൽ 12:45 സമയമായപ്പോൾ അപ്പച്ചന് ശാരീരികമായി ക്ലേശം ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളാരും ഉറങ്ങുകയോ ഒന്നും ചെയ്യാത്ത സമയമായിരുന്നു. ഞങ്ങൾ റൂമിൽ നിന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ ആ സമയത്ത് ഒരു വിശ്വാസി ബ്രദർ, കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആ ബ്രദറും ഞങ്ങൾ ഒത്ത് പെട്ടെന്ന് മുറിയിൽ ചെന്ന് ആ സമയം തന്നെ, ആ നിമിഷം തന്നെ ഞങ്ങൾ വല്യപ്പച്ചനെയും കൊച്ചപ്പച്ചനെയും ഫോണിൽ കൂടെ വിളിക്കുവാനും ആ സമയം അപ്പച്ചൻ ഫോണിൽ കൂടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ചു. ആ സമയം തന്നെ നിമിഷത്തിനുള്ളിൽ എല്ലാ ദൈവമക്കളും അവിടെ 1 മണി സമയത്ത് കടന്നു വരുവാനിടയായി തീർന്നു.
വല്യപ്പച്ചനും കൊച്ചപ്പച്ചനും ആ സമയം തന്നെ അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങൾക്ക് ഈ അപ്പച്ചൻ്റെ പ്രാണൻ ദിവസത്തിന് ചേർക്കപ്പെട്ടുവോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു. അത്രമാത്രം എത്രയോ ശാന്തതയോടെ സ്വസ്ഥതയോടെ പ്രിയ പാസ്റ്റർ അപ്പച്ചൻ്റെ പ്രാണൻ ദിവസത്തിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ എത്രയോ നന്മകൾ, എത്രയോ അനുഗ്രഹങ്ങൾ തൻ്റെ ശുശ്രൂഷയിലൂടെ കാണുവാനിടയായി തീർന്നു. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ അഭിഷേകത്തോടെ ആയിരുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും അഭിഷേകത്താലും ശക്തീകരിച്ചതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നുള്ള ആ വചനം പ്രിയ പാസ്റ്റർ അപ്പച്ചൻ്റെ അനുഭവമായിരുന്നു. അതിനാൽ ദൈവമക്കൾ എല്ലാവരും പറഞ്ഞതുപോലെ അധികം സൗമ്യതയോടെ താഴ്മയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ അവസാനിപ്പാൻ തക്കണയിടയായി തീർന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനിരുന്നു. கர்த்தரோட பரிசுத்த நாமத்துக்கு ஸ்தோத்திரம். தேவ மக்கள் மத்தியில் கர்த்தர் என்னை ஒரு பாஸ்டரை பற்றி 2 வார்த்தை சாட்சி சொல்ல கர்த்தர் தந்த கிருபைக்காய் ஸ்தோத்திரம். நான் களியக்காவலை விசுவாசி. எங்கள் பாஸ்டர் அங்கே இருக்கும்போது விசேஷித்த பிரேயர்களை நடத்தி அநேக ஜனங்கள் விடுதலை பெற்றார்கள். பிசாசினால் பாதிக்கப்பட்டவர்கள், மந்திரவாத கட்டில் இருந்தவர்களுக்கெல்லாம் கர்த்தருடைய சமூகத்திலிருந்து விடுதலை வாங்கி கொடுத்தார். அதன் மூலம் அநேக ஜனங்கள் ரட்சிக்கப்பட்டார்கள். தேவனுடைய ஆலயத்தில் அங்கங்கே ஆராதிக்க கர்த்தர் கிருபை செய்தார். அது மாத்திரமல்ல, அவர் அங்கே இருக்கும்போது விசேஷித்த பிரேயர் நடத்தும்போது பக்கத்தில் ரொம்ப பிரச்சனையாக இருந்தது. இருந்தாலும் அவர் அந்த நேரம் பேக்கில் இடம் இருந்தது. அந்த இடத்தில் சபை கட்டுவதற்கு எல்லா காரியங்கள் செய்து முதலாவதாக சபை கட்ட ஆரம்பித்தார். அதுவரை இந்த விசுவாச வீடு வைத்தார். அது மாத்திரமில்ல, அந்த இடத்தில் கர்த்தர் அவரை வல்லமையாக பயன்படுத்தினார். அப்படி இருக்கும்போது அவருக்கு நல்ல பலவீனமாகப்பட்டது. அங்கிருந்து மாற்றி எடுத்து அவர் சர்ச்சுக்கு வந்தார். எல்லாருடைய தேவ மக்களும் எங்களோட ஊழியக்காரர்களும் எல்லாரும் உபவாசத்தோடும் கண்ணீரோடும் ஜெபித்ததன் பலன் தேவன் இவ்வளவு நாளும் அவருக்கு ஆயுசு நாளை கூட்டு கொடுத்து அவர் இப்போது அவருக்கு நித்திரை அடைந்தார். அது மாதிரி வைத்த பாதை நாங்களும் பின்தொடர்ந்து அவருக்கு உண்மையாக ஜீவித்து அவருடைய வரிகளை காணப்பட தேவ மக்கள் யாவரும் எங்களுக்காக ஜெபிக்கும்படி கேட்டு என்ற சாட்சியை முடிக்கிறேன். கர்த்தருடைய பரிசுத்த நாமத்தில் കർത്താവിന് സ്തോത്രം. എനിക്കൊന്ന് പാൽക്കാലം ഇങ്ങനെ ഒരു സാക്ഷി അറിയുവാൻ നോക്കണം. ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് വിക്ടർ പാസ്റ്റർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാക്ഷി പറയണമെന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നെടുമങ്ങാട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം താൻ അന്ന് കൊച്ചു പ്രായമാണെങ്കിലും വളരെ താഴ്മയോടും വിനയത്തോടും താൻ ഞങ്ങളോട് ഇടപെടുമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ വിശ്വാസഭവനം മുമ്പോട്ട് പോയി. താൻ എവിടെ മാറിപ്പോയതിന് ശേഷം എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ നെടുമങ്ങാട് ജീവിതം ഓർമ്മയുണ്ടോ, അതുപോലൊരു സന്തോഷം പിന്നീട് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയും. അത്രത്തോളം വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തത്. താൻ അവിടെ വെച്ചാണ് ഈ പ്രാർത്ഥനയുടെ തുടക്കം തുടങ്ങിയത്. ചെറുതായിട്ടൊക്കെ അതിന് മുമ്പ് ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ആത്മാക്കൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് ആരംഭിച്ചത്. താൻ തൻ്റെ ശരീരത്തെ മറന്ന് തൻ്റെ സുഖത്തെ മറന്ന് താൻ രാത്രിയും പകലുമായിരുന്നു പ്രാർത്ഥിക്കും. ഞങ്ങളും അതിന് സഹായികളായിരുന്നു. അത് തനിക്ക് വലിയൊരു ആശ്വാസമായിട്ട് താൻ എപ്പോഴും പറയുമായിരുന്നു. അതിനുശേഷം ആത്മീയ ജീവിതത്തിൽ മറ്റുള്ള കൂടെയുള്ളവരെയും ദൈവജനത്തെയും താൻ വളർത്താവുന്ന വിധത്തിൽ താൻ വളർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ കഷ്ടത്തിലിരിക്കുന്നവരെ, രോഗികളെ എല്ലാം ചെന്ന് സഹായിക്കുക, പ്രാർത്ഥിക്കുക. തൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ രാത്രി കാലങ്ങളിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ വീടുകളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും വഴക്കു പറയും. അന്നാലും ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ ഞങ്ങളുടെ മുഖത്തോട്ട് മാത്രം നോക്കി ഒന്നും സംസാരിക്കത്തില്ല, മിണ്ടാതെ നിൽക്കും. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് അമ്മച്ചി പറയും, കള്ളൻ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഇനി മേലാൽ ഇങ്ങനെ പോകരുത്, ഞാൻ സെൻറ്ററിൽ അറിയിക്കും. പിന്നെയും താൻ ആ പ്രാർത്ഥനയ്ക്ക് വീണ്ടും അങ്ങനെ ആ പ്രാർത്ഥന അവിടെ വെച്ചാണ് വളർന്നു വന്നത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം താൻ സെൻറ്ററിൽ വരുന്നതിന് മുമ്പേ ഞാൻ ആ സെൻറ്ററിലുണ്ട്. അതുകൊണ്ട് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ പല സ്ഥലത്തിലിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെങ്കഞ്ചിയിലിരുന്ന സമയത്ത് താൻ ലാസ്റ്റ് അവിടെ ഒരു അമ്മ മരിച്ച് അവിടെ വളർന്നു വന്നു. അപ്പോൾ ഞാൻ വളരെ ബലഹീന അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് താൻ എന്നോട് പറഞ്ഞു, ഈ കഷ്ടതയെല്ലാം തീരും, ഞാൻ മരണത്തെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. താൻ എന്നോട് പറഞ്ഞു, മരിക്കുകയില്ല, ജീവിക്കും, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇനി ചെയ്യുവാനുണ്ട് എന്ന്. എനിക്ക് ആ വാക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ മരണത്തിന് വരണമേ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. എങ്കിലും ദൈവം എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു. ഞാൻ എൻ്റെ കൂടെയുള്ള ഇപ്പോൾ സാക്ഷി പറഞ്ഞ ഡേയ്സിയോടും ചില മദർമാരോട് പറയാറുണ്ട്, നമ്മളെ അറിയുന്നവരും നമ്മൾ കൂടെ ഇരുന്നവരും എല്ലാം മരിച്ചു, എങ്കിലും നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വിക്ടർ പാസ്റ്ററുണ്ട് സാക്ഷി പറയാനെന്ന്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു. എങ്കിലും
കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പാസ്റ്ററുടെ മരണത്തെ കേട്ടാണ് 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ കേട്ടത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉടനെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വിറ്റർവാസ് സാക്ഷി പറയുമെന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി ഞാൻ പറയേണ്ടി വരുമോ വന്നല്ലോ എന്നിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഭാരപ്പെട്ടു. എങ്കിലും താൻ തൻ്റെ കൊച്ചു പ്രായത്തിൽ മുതൽ തൻ്റെ പ്രവൃത്തി ശക്തിയോടെ ചെയ്ത് തൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടി തനിക്കായി വെച്ച് അവകാശം പ്രാപിച്ചു. താൻ കാണിച്ച എത്രയോ മാതൃകയുണ്ട്, താൻ കാണിച്ച എത്രയോ നല്ല പ്രവൃത്തികളുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അധികം പറയുന്നില്ല. താൻ കാണിച്ച നല്ല പ്രവൃത്തി ഞാനും പിന്തുടരുവാൻ, എൻ്റെ വേലയെ തികച്ച് എനിക്കും വെച്ചിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു സാഹചര്യത്തിൽ പാസ്റ്ററിന് വേണ്ടി സാക്ഷി പറയാൻ ദൈവം എനിക്കും തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ഫാമിലിയുമായിട്ട് അത്ര അടുപ്പമാണെങ്കിലും എന്നെയോ എൻ്റെ അമ്മയെ അറിയത്തില്ലായിരുന്നു. പക്ഷേ കൊട്ടാരക്കര സെൻട്രൽ 2020 ഞാൻ വന്ന നാൾ മുതൽ ഞങ്ങളുടെ തകർന്ന അവസ്ഥയിൽ പാസ്റ്റർ ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു. പലപ്പോഴും പല ലോക്കലിലായിരിക്കുമ്പോഴും പാസ്റ്റർ അവിടെ വന്ന് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു, എന്നെ താങ്ങുമായിരുന്നു. ഒരിക്കൽ എന്നോട് ചോദിച്ച്, കുഞ്ഞേ, എല്ലാവരെയും മക്കളെന്ന് വിളിക്കും, എന്നെ മാത്രം കുഞ്ഞേ എന്ന് വിളിക്കും. എനിക്കതിഷ്ടമായിരുന്നു. കുഞ്ഞേ, നീ എന്നാ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ വരുന്നത്? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ദൈവഹിതമാണെങ്കിൽ ഞാൻ തീർച്ചയായും വരുമെന്ന്. അങ്ങനെ ഈ കഴിഞ്ഞ ചാത്തന്നൂർ സുവിശേഷ പ്രസംഗത്തിന് സുവിശേഷ മീറ്റിങ്ങോട് ചേർന്ന് എനിക്ക് ചാത്തന്നൂരിലേക്ക് മാറ്റമാവുകയും ഞാനങ്ങനെ ഈ 7 മാസത്തോളം പാസ്റ്ററിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. പാസ്റ്ററിൽ ഞാൻ വളരെ നിഷ്കളങ്കമായ നിർമ്മലമായ താഴ്മയുള്ള സ്വഭാവങ്ങൾ പലതും കാണുവാനിടയായി. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. ഞങ്ങളെല്ലാം താങ്ങുമായിരുന്നു. ജീവൻ കൊടുത്ത് ശുശ്രൂഷ ചെയ്യുന്നത് ഓരോ നിമിഷം എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവനെ ഇടയാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ദർശനം കാണുകയുണ്ടായി. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ സുമോയിൽ ഞങ്ങൾ യാത്ര ചെയ്യാനിരിക്കുന്നു. ഞാനും മദറും അമ്മാമ്മയും കൂടി ഇരിക്കുന്നു. പക്ഷേ കൊച്ചു സഹോദരിയെ കാണുന്നില്ല. ഫ്രണ്ടിലോട്ട് ഞാൻ നോക്കിയപ്പോൾ സുമോയുടെ പാസ്റ്റർ ഇരിക്കേണ്ട സ്ഥലത്ത് ഈ സെൻറ്ററിലുള്ള വേറൊരു ശുശ്രൂഷകൻ ഇരിക്കുന്നു, പാസ്റ്ററില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു, പാസ്റ്റർ മാറിപ്പോയോ, പാസ്റ്റർ എന്തി എന്ന് ഞാൻ ചോദിക്കുന്നു. കൊച്ചു സഹോദരിയും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ പറയുന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരോട് ഞാൻ അത് പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ കണ്ട് പാസ്റ്ററിനെ മാറിപ്പോകാനാണോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ചൊവ്വാഴ്ച രാവിലെ ശനിയാഴ്ച സഹോദരിക്ക് മാറ്റമെന്ന് അറിഞ്ഞു. കൊച്ചു സഹോദരി ചൊവ്വാഴ്ച രാവിലെ 11 മണിയായപ്പോൾ അവിടുന്ന് മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സൺഡേ സ്കൂളിൻ്റെ പ്രൈസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സും പാസ്റ്ററും ഞങ്ങൾ വേലക്കാരും കൂടെ പ്രൈസ് വാങ്ങാനായിട്ട് കൊല്ലത്ത് പോയി. പക്ഷേ വ്യത്യസ്തമായ വണ്ടിയിലെല്ലാം വെച്ച് പാസ്റ്റർ ഒരുപാട് പറഞ്ഞതാ ചുരുക്കി പറ, എല്ലാവരും പറഞ്ഞു. അവസാനം പാസ്റ്റർ വയ്യാത്ത അവസ്ഥയിൽ വീട്ടിലായിരുന്നപ്പോൾ 12 മണിയോളായപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രൈവർ വന്ന് വിളിച്ചു, ഞങ്ങൾ വന്ന് കണ്ടു. പക്ഷെ അവസാന സമയത്ത് ഞാൻ അടുത്ത് നിൽക്കുമ്പോഴായിരുന്നു പാസ്റ്റർ അന്ത്യശ്വാസം വലിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പാസ്റ്ററെ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തളർന്നു പോയ ഒരവസ്ഥയിലായിരുന്നു. പാസ്റ്റർ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും പാസ്റ്ററെ പറ്റിക്കല്ലേ, ചുമ്മാ കണ്ണ് തുറക്കണേന്ന്. പക്ഷേ ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു പാസ്റ്റർ ജീവൻ പോയത്. പക്ഷെ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പാസ്റ്ററിലുള്ള ആ താഴ്മയും നിഷ്കളങ്കമായ സ്വഭാവം എന്നിലും ഉണ്ടാവണം. അവസാനത്തോളം എൻ്റെ ഓട്ടയും ധൈര്യത്തോടെ ഓടുവാൻ ദൈവം എനിക്ക് കൃപ നൽകണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സാക്ഷിച്ചു. കർത്താവിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ താൻ പറഞ്ഞതുപോലെ തൻ്റെ പ്രാണനെ വിലയേറിയതായി താൻ എണ്ണിയില്ല. തൻ്റെ പ്രാണൻ അവസാനം വരെയും താൻ പ്രിയവെച്ച കർത്താവിന് തന്നെ ഒരു യാഗമായി അർപ്പിച്ച സിയോനിൽ ചേർക്കപ്പെട്ട ഈ പരിശുദ്ധവാനെക്കുറിച്ച് ഞാൻ സാക്ഷി പറയുവാൻ ദൈവം എനിക്ക് തന്നെ അവസരത്തെ ഓർത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അപ്പച്ചൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി താൻ ഇറങ്ങി തിരിച്ചില്ല എങ്കിൽ നാർകോൽ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു നേതാവായി താനാകുമായിരുന്നു. എന്നോട് താൻ തൻ്റെ തനിപ്പെട്ട കാര്യങ്ങൾ ധാരാളം പറയാറുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തേക്ക് മുമ്പിലത്തെ ബുധനാഴ്ച രാത്രി അർദ്ധരാത്രി എന്നെ വിളിച്ചിട്ട് തൻ്റെ മനസ്സിലുണ്ടായ പ്രയാസങ്ങൾ പലതും എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ അച്ചായനെ കണ്ട നാൾ മുതൽ എനിക്ക് ഒരു കൂട്ടുകാരനെ പോലെ, ഒരു മൂത്ത സഹോദരനെ പോലെയാണ് എന്നോടുകൂടെ കാണപ്പെട്ടത്.
ദൈവത്തിന് സ്തോത്രം. അന്ന് അച്ചായൻ നെടുമാങ്ങാട് സഭയിൽ സഭാ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന അന്ന് അതിശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഒരു സന്ദർഭത്തിൽ അച്ചായനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പ്രാർത്ഥന മറ്റ് വേലക്കാർ ആരും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അച്ചാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഒരു മറുപടി കൊടുത്ത്, കുറേ നാളുകൾക്ക് മുൻപ് കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ നിനക്ക് കൊടുത്ത താലന്ത് കൊണ്ട് നീ വേറെ താലന്ത് സമ്പാദിച്ചില്ല എങ്കിൽ ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ഞാൻ കണക്ക് ചോദിക്കുമ്പോൾ നീ എന്നോട് ഒന്നും മറുപടി പറയുകയില്ല എന്ന്. ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ചാണ് ഈ പ്രാർത്ഥനയിൽ ഞാൻ നടത്തുവാൻ ഞാൻ മുമ്പോട്ട് വന്നു എന്ന്. അന്നത്തെ നാളുകളിൽ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട മഹത്വത്തിൽ പ്രവേശിച്ച ജോസഫ് ടി അപ്പച്ചനാണ് അവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിരുന്നു. അപ്പോൾ വിക്ടർ അച്ചായനോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് ജോണയും കൂടെ നീ കൂട്ടാക്കിക്കൊള്ളണം, പ്രാർത്ഥനയിൽ നിങ്ങൾ സഹകരിക്കണം, പ്രാർത്ഥിക്കണം, ഈ ദൈവജനത്തിന് വേണ്ടി ഇടിവുകളിൽ നിൽക്കണമെന്ന് അപ്പച്ചൻ അന്ന് അച്ചായനോട് പറയുകയും എന്നോടും പറഞ്ഞു, നീയും വിക്ടർ അച്ചായനോടുകൂടെ ചേർന്ന് നീ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പല പ്രാർത്ഥനകൾ മുഴു കേരളത്തിലും അവിടെയും ഇവിടെയുമായി ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സന്ദർഭത്തെ ഞാൻ ഓർക്കുകയാണ്. അച്ചാൻ തനിപ്പെട്ട വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പേഴ്സണൽ പ്രെയർ എന്ന് പറയുമ്പോൾ എന്നെയും അതിൽ കൂട്ടാക്കും. ആ പ്രാർത്ഥനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, മഹത്വമെല്ലാം നിനക്കുള്ളത്, എനിക്ക് താഴ്മ എപ്പോഴും തരണം കർത്താവേ, മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എത്ര അവമാനപ്പെട്ടാലും നിന്ദിക്കപ്പെട്ടാലും അത് സഹിക്കുവാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. താഴ്മയ്ക്ക് വേണ്ടി എപ്പോഴും ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തൻ്റെ കൂട്ടുവേലക്കാരെയോ അല്ലെങ്കിൽ സഭാവിശ്വാസികളെയോ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക ദിവ്യ സ്വഭാവം അച്ചാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെക്കാൾ ഇളയവരെ എല്ലാവരെയും വിളിക്കുന്നത് അണ്ണ, അച്ചായ എന്നെ വിളിക്കുകയുള്ളൂ. തൻ്റെ മേൽ നടത്തിപ്പുകാർ എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഒരു നല്ല ശീലം അച്ചായൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, അച്ചായൻ്റെ ഒരു പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു സന്ദർഭത്തിൽ അച്ചായൻ്റെ ഒരു കൂട്ടുകാർ നാഗർകോവിൽ ജില്ലയിൽ DRO ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് അച്ചായന് ഒരു ഫോൺ വന്നു. അന്ന് അച്ചായന് വെങ്കഞ്ചി സഭയിൽ സഭാ ശുശ്രൂഷകനായിരുന്നു. ആ രാത്രി ഒരു വൈകുന്നേര സമയമായിരുന്നു ഫോൺ വന്നത്. ഉടനെ പെട്ടെന്ന് എന്നെ വിളിച്ചു, ഞാനും അവിടെ കൂടി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടിന് ദൈവത്തിന് സ്തോത്രം ഇരുമ്പുലിയൂരിൽ പ്രവർത്തിച്ച സിസ്റ്റർ കുമാരിയുടെ സഹോദരൻ വെങ്കടമ്പ് വിശ്വാസി സാം സഹോദരനും കൂടെ ഞങ്ങൾ 3 പേരുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ പോയത് ഒരു യുവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. എന്നാൽ താമസിച്ചു പോയി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആ ഫോണിൽ കോൾ വന്ന്, ദൈവത്തിന് സ്തോത്രം, ആ കൊച്ച് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അച്ചായന് ഭയങ്കര വിഷമമുണ്ടായി. നേരെ ഞങ്ങൾ ആ സാംസാരം കൂട്ടിക്കൊണ്ട് ട്രിവാൻഡ്രം മാർച്ചുവരിയിലേക്ക് ഓടി. അതിൻ്റെ രജിസ്റ്റർ നോക്കി. അവിടെ വെയിറ്റിങ്ങിൽ കിടന്നതായ മൃതശരീരം ഓരോന്നായി അച്ചായനും ആ വിശ്വാസിയും സാംസാരും കൂടെ ചേർന്ന് പരിശോധിച്ച് അവിടെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇന്നും ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, അവിടെ ICUയിൽ നിന്നും പുറത്ത് വച്ചിരിക്കുകയാണ്, അതിൻ്റെ പേപ്പർ ശരിയായ ഉടനെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അച്ചായനും ഞാനും ആ സാംസാരും കൂടെ പെട്ടെന്ന് അകത്ത് ഓടി. അവർ ICUയിൽ നിന്നും പുറത്ത് ആ സഹോദരിയെ, ആ യുവതിയെ പുറത്ത് വച്ചിരുന്നു. അച്ചായൻ അവിടെ ചെന്ന് ഞങ്ങളോട് പറഞ്ഞു, ദൈവം ഒരിക്കലും ഈ കൊച്ചിൻ്റെ ജീവനെ എടുക്കയില്ല, കർത്താവ് ജീവനെ തിരികെ തരും എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അച്ചായൻ ആ യുവതിയുടെ കാല് പിടിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കൊച്ചിൻ്റെ ജീവനെ തിരികെ തരണേ എന്ന് പറഞ്ഞു. അവർ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ ശരീരം ചലിക്കുവാൻ തുടങ്ങി. ഉടനെ സാംസാർ അവിടുത്തെ ഡോക്ടറെ വിളിച്ചിട്ട്, കൊച്ചു മരിച്ചില്ല, ജീവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ അത്ഭുതമായി കണ്ടിട്ട് പറഞ്ഞു, ദൈവം തന്നെ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേറൊരു സന്ദർഭത്തിൽ അവിടെ അതേ മെഡിക്കൽ കോളേജിൽ ഉച്ചന്തല മുതൽ ഉള്ളങ്കാൽ വരെയും പഴുത്ത് വ്രണമായി ശരീരം മുഴുവൻ അഴുകിയ അവസ്ഥയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഒരു വിശ്വാസിയുടെ ബന്ധുവായിരുന്നു. അദ്ദേഹം മരിച്ചു പോയാൽ ആ കുടുംബം അനാഥരായി പോകുമെന്ന് അവർ വിളിച്ചു. അച്ചായൻ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. എന്നോട് പറഞ്ഞു, ഞാൻ കൈവയ്ക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ പുറത്ത് നീയും കൈവച്ച് പ്രാർത്ഥിക്കുക, ഈ കുടുംബത്തെ ആദരിപ്പാൻ ഈ സഹോദരനല്ലാതെ ആരുമല്ല എന്ന്. എന്നാൽ ആ ശരീരം മുഴുവനും അഴുകിയ അവസ്ഥയിലായിരുന്നു. എന്നാൽ അച്ചായൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരൻ ഒരു 10 ദിവസം കൊണ്ട് ഭേദപ്പെട്ട് സൗഖ്യമായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ അച്ചായൻ്റെ എത്രയോ നല്ല അനുഭവങ്ങളുണ്ട്.
ഏത് മരണ അവസ്ഥയിലായാലും അവർക്ക് വേണ്ടി നിലവിളിച്ചാൽ ദൈവം അതുപോലെ പ്രവർത്തിക്കുമെന്നാണ്. ഒരേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ചെന്നൈ കൺവെൻഷനിലേക്ക് അച്ഛൻ വരാറില്ല. ആ വർഷം അങ്ങനെ വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന സത്യനേശൻ അപ്പച്ചനെ എന്നോട് പറഞ്ഞു, അവിടെ തിരുവനന്തപുരത്തിന് ഇന്ന് വിക്ടർ വന്നിരിക്കണമല്ലോ, വിക്ടറെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ വ്യാഴാഴ്ച രാത്രിയായിരുന്നു. വെള്ളിയാഴ്ച യാത്ര തിരിക്കണം, ഉച്ചയ്ക്ക് തിരിക്കണം. അപ്പോൾ അപ്പച്ചനെ കണ്ട് സംസാരിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വിക്ടർ ഇന്ന് രാത്രിയും പ്രാർത്ഥന നടത്തണം, എൻ്റെ കൂടെ ഇരിക്കണം. വെള്ളിയാഴ്ച നീ പ്രാർത്ഥന നടത്തിയിട്ട് നീ ശനിയാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധവാന്കളുടെ വാക്ക് കേട്ട് അനുസരിച്ച് വ്യാഴം വെള്ളിയും പ്രാർത്ഥന നടത്തി. അതിശക്തമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിൽ 2 പേർ മരിച്ചവർ ഉയരോടെ എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ 1 അവർ പ്രാർത്ഥന ചെയ്തു പോകുമ്പോൾ യാഥാർത്ഥികമായ പാസ്റ്റർ മനാസയെ ഞാൻ കണ്ടു. അപ്പോൾ പാസ്റ്റർ മനാസെ എന്നെ നീ വന്ന് എന്നെ റൂമിൽ കാണണമെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ പോയി. അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയ വിക്ടർ എങ്ങനെ ഇരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതേ ഞാൻ പറഞ്ഞു. എന്നാൽ പരിചയപ്പെട്ടിട്ടില്ല, എന്നാൽ പേരിനെ അറിയാം. വിക്ടർ എന്ന് പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വേലക്കാരനുണ്ട്. എന്നെ റൂമിൽ വെച്ച് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, വിക്ടറോട് നീ ചെന്ന് പറയണം, ദൈവം നമ്മെ ദേശത്തിൽ കാവൽക്കാരനായി വച്ചിരിക്കുന്നു. ആ കാവൽക്കാരൻ്റെ ഉദ്യോഗം നന്നായി ചെയ്യുവാൻ വിക്ടറോട് നീ പറയണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദൈവമക്കളെ, ഈ അപ്പച്ചനെക്കുറിച്ച് ദൈവം ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇല്ലായ്മയിൽ ഉളവാക്കുന്ന ദൈവം എന്ന പോലെ വിക്ടർ സായൻ ഏത് കഷ്ടതയിലായിരുന്നാലും, ഏത് ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നാലും, ഏത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായാലും വിക്ടർ സായൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവന് പ്രതീക്ഷ ഉണ്ടാകും, അവന് വിശ്വാസം ഉണ്ടാകും, അവന് ദൈവം അനുഗ്രഹിക്കുമെന്നാണ്. അതുപോലെ ശുശ്രൂഷ നന്നായി ചെയ്തു. മരിക്കുന്ന ഇന്നലെ രാത്രി കൂടെ നെടുമാങ്ങാട് വിശ്വാസിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ വിശ്വാസി എന്നോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അപ്പച്ചൻ എപ്പോൾ വിളിച്ചാലും എന്നെ പ്രാർത്ഥിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മക്കളെ ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഫോൺ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു സംശയം ഉണ്ടായി. ഞാനും രാവിലെ അച്ഛനെ വിളിക്കണമെന്ന് ഓർത്തിരുന്നപ്പോൾ ഞാൻ രാവിലെ അറിയുന്നത് അച്ഛൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായും അച്ഛനെ കൊണ്ട് ദൈവം ചെയ്ത എല്ലാ നല്ല ശുശ്രൂഷകൾക്കായും എൻ്റെ കർത്താവിനെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിപ്പാൻ സിയോനിൽ ചെന്ന് ചേരുവോളം കർത്താവ് എന്നെ ഭൂമിയിൽ നടത്തേണ്ടതിനായി ദൈവമക്കളുടെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഭൗമികമാലിഞ്ഞു സ്വർഗീയ ദേഹമിതേ ധരിച്ചു ഞാൻ. ഭൗമികമാലിഞ്ഞു സ്വർഗീയ ദേഹമിതേ ധരിച്ചു ഞാൻ. അമർത്യനായി നിത്യവീട്ടിൽ വസിപ്പാൻ ജ്വരങ്ങുന്നേ എന്നുള്ളിൽ. അമർത്യനായി നിത്യവീട്ടിൽ വസിപ്പാൻ ഞരങ്ങുന്നേ എന്നുള്ളിൽ. നീതിയിൻ പ്രവർത്തികളു എനിക്ക് സുപ്രവസ്ത്രമായി മാറിടും. എൻ്റെ നീതിയിൻ പ്രവർത്തികളു എനിക്ക് സുപ്രവസ്ത്രമായി മാറിടും. താമസമോ വരവിന് എൻ കാന്തനെ, താമസമോ വരവിന്, താമസമോ വരവിന് എൻ കാന്തനെ, താമസമോ വരവിന്. എത്ര നാഴികത്തിൽ ഞാൻ കാത്തിടണം, എത്ര നാഴികത്തിൽ ഞാൻ കാത്തിടണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വിറ്റച്ചാനെ കാണുന്നത് ഈ കൊട്ടാരക്കരയിൽ
വെച്ചായിരുന്നു. 3 ദിവസങ്ങൾ ഇവിടെ ബൈബിൾ ക്ലാസ് നടത്തുവാൻ വിശുദ്ധന്മാർ വരുമ്പോൾ വിശുദ്ധന്മാരോടൊപ്പം ഇവിടെ വരികയും ഈ ബൈബിൾ ക്ലാസ് നടത്തി പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ നന്മ, അന്ന് ഞാൻ ഈ ഡിസംബറിൽ നിൽക്കുന്ന ഒരു കൊച്ചു ബ്രദറായിരുന്നു, ഒരു ചെറിയ നന്മ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ഇനി കാണാം എന്ന് പറഞ്ഞു പോവുകയായിരുന്നു. കാലതാമസമില്ലാതെ അതേ വർഷത്തിൽ തന്നെ നവംബർ മാസം 2-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി പോകുവാനിടയായിത്തീർന്നു. അവിടെ പോയ അന്ന് മുതൽ ഇദ്ദേഹത്തിനെ ഞാൻ മുൻ പരിചയം ഉണ്ട് എന്ന രീതിയിൽ മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനെ, എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ല. എനിക്ക് ഈ പ്രിയ അച്ഛൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ തുടർന്ന് രാപ്പകലായി അധ്വാനിച്ച് പോകുന്ന ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് അല്പം അടുപ്പം വരാതെ എനിക്ക് അല്പം അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ കാണുമ്പോൾ അണ്ണ എന്ന് വിളിക്കും, എന്നെയും അണ്ണ എന്നേ പറയുള്ളൂ. എന്നാൽ ഞാൻ അടുക്കില്ല, ഞാൻ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 2010 ഞാൻ പൊഴിയൂർ എന്ന പ്രദേശത്ത് പോയപ്പോൾ അവിടെ ഒരു സഹോദരൻ പൈശാചിക ബന്ധനത്താൽ അത് ബാധിക്കപ്പെടുകയും ഞാൻ ആ സന്ദർഭത്തിൽ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുവാനിടയായിത്തീർന്നു. എന്നാൽ എന്നെ സഹായിക്കാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞ സന്ദർഭത്തിൽ എന്നോടൊരു ഒപ്പന്തം ചെയ്ത്, ഞാൻ അങ്ങോട്ട് സഹായിക്കണമെങ്കിൽ ഇനി ഇങ്ങോട്ട് സഹായിക്കുവാണെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് സഹായിക്കും. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഇവിടെ അന്ന് വെങ്കഞ്ചിയിലെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, നീ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്ക് എന്നോടൊപ്പം സഹകരിച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനോർത്ത്, കർത്താവിൻ്റെ വേലയാണല്ലോ, ഏതെങ്കിലും കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത് തെറ്റല്ലല്ലോ എന്ന ഒരു മനോഭാവം എനിക്ക് ഉണ്ടായിട്ട് ഞാനത് ശരിയെന്ന് സമ്മതിക്കുവാനിടയായിത്തീർന്നു. എന്നെ സംബന്ധിച്ച് എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ, കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ ഒരു പൈശാചിക ബന്ധനത്തിൻ്റെ ഉടമയായി ഇരുന്നു. ആരും എന്നെ സഹായിപ്പാൻ ഇല്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ ഞാൻ മാനസാന്തരപ്പെട്ട അന്ന് ദൈവം തന്നെ ഇറങ്ങി വരികയും എന്നെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. അതുമുതൽ ഈ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്ന കാലം വരെ ഞാൻ ഈ അച്ഛൻ ചെയ്യുന്ന ഇതുപോലെ പലതും ചെയ്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. പിന്നെ കർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനതൊക്കെ വച്ച് മതിയാക്കി. ഇനി കർത്താവ് വിശുദ്ധന്മാരിലൂടെ കൽപ്പിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ അച്ഛൻ എന്നോട് പറഞ്ഞ ആ സന്ദർഭത്തിൽ ആ തീരുമാനം ഞാൻ മറന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിനോട് ശരിയെന്ന് വാക്ക് കൊടുക്കുവാനിടയായി. അന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഹൃദയം എന്നതുപോലെ എന്തു ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുവാനുണ്ടെങ്കിലും അത് പറയുമായിരുന്നു. ചില കാര്യങ്ങളിൽ എന്നെക്കാളും വേലയിൽ 10 വർഷം മൂത്തതാണ് ഇദ്ദേഹം. മൂപ്പനാകുന്ന വർഷത്തിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നത്. പ്രായത്തിൽ അല്പ വ്യത്യാസമുണ്ട് എങ്കിലും ഞാൻ എന്ത് പറയുന്നോ അതിന് അങ്ങോട്ട് മറ്റൊരു വാക്ക് പറയാതെ ശരി എന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്നെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചോദിക്കും, എന്തിനാണോ ഇങ്ങനെ ഭയപ്പെടുന്നത്? അല്ല എനിക്കങ്ങനെ ഭയപ്പെട്ടേ പറ്റുകയുള്ളൂ, ഞാൻ ഈ ഭൂമിയിൽ ആരെയും ഭയപ്പെടുന്നില്ലല്ലോ എന്ന് ഇദ്ദേഹം കൂടെ ഇങ്ങനെ പറയുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തു പോകുമ്പോൾ ഈ ലോകത്ത് ഈ ശുശ്രൂഷ മുഖാന്തരം ഏതെല്ലാം വിധത്തിൽ നിന്ദിക്കപ്പെടാമോ, ഏതെല്ലാം വിധത്തിൽ ദുഃഖിക്കാമോ അതൊക്കെ കൂടെ നിന്ന് സഹിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യുകയായിരുന്നു. പലപ്പോഴും പലരും എന്നെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഇദ്ദേഹവുമായി ചേരുവാൻ സാധിച്ചത്? നിൻ്റെ സ്വഭാവം വ്യക്തിപരമായല്ലേ, എങ്ങനെ നീ ശുശ്രൂഷകർ പോലും എന്നെ അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ച് ഒന്നും പറയാതെ പോകും. എന്നെ സംബന്ധിച്ച് ഒന്ന് പറയുവാണെങ്കിൽ, ഇദ്ദേഹത്തിനോട് ചേർന്നതിന് ശേഷം, അല്ല എങ്കിൽ ഇദ്ദേഹത്തിനോട് കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം
ശേഷം എൻ്റെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നത് അത് എനിക്ക് വ്യക്തിപരമായി എടുത്ത് പറയുവാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ കാണുമ്പോൾ അത് എൻ്റെ ഒരു സഹോദരങ്ങളെ പോലെ ഞാനും അവരെ നോക്കി അതേ പോകുമായിരുന്നു. പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് വീണ്ടും ഒരു തീരുമാനത്തിലേക്ക് വന്നു. കർത്താവേ, ഇങ്ങോട്ട് ഒരു സ്തോത്രം പറയുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒരു സ്തോത്രം പറയും. ഇങ്ങോട്ട് നീ സുഖമാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാനും അങ്ങോട്ട് സുഖമാണോ എന്ന് ചോദിക്കും. ഈ രണ്ട് വാക്കല്ലാതെ ഇദ്ദേഹമായിട്ട് ഇനി യാതൊരു വാക്കും ഞാൻ സംസാരിപ്പാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്നേ സമയം വരെ മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. റാന്നിയിൽ വെച്ചും എന്നെ കണ്ടായിരുന്നു. ചുരുക്കി പറയാൻ പോയി. അപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുകയായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വിശുദ്ധന്മാർ തന്നെ അയക്കുന്ന സ്ഥാനത്തൊക്കെയും താൻ പോയിട്ട് എന്തിനാണ് അയക്കുന്നത് അത് നിവർത്തിച്ച് അതിൻ്റെതായ ഉത്തരവാദിത്വം കൊണ്ടുവന്ന് വിശുദ്ധന്മാരെ അറിയിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്തു എന്ന് പറയുവാൻ അതേ സന്തോഷത്തോടെ താൻ ഒരുക്കമുള്ളവനായിരുന്നു. കളീക്കളിൽ നിന്ന് ഒരു വീൽ ചെയറിലാണ് ട്രാൻസ്ഫറായി ഞാൻ കൊണ്ടുവന്ന് എരുത്താവൂര് വിട്ടിട്ട് പോയത്. ഏകദേശം ഒരു വർഷകാലം കളീക്കുകളിലും എരുത്താവൂരും ചേർന്ന് ശനിയും ബുധനും അല്ലാതെ ഞാൻ താമസിക്കുന്ന ഫെയ്ത്തോമിൽ ഞാൻ താമസിക്കില്ലായിരുന്നു. കാരണം ശാരീരികമായ പ്രയാസം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും ചില ശുശ്രൂഷകരുടെ അടുത്ത് പറഞ്ഞ്, ഇപ്പോൾ വിക്ടർ മരിക്കുവാണെങ്കിൽ നിനക്ക് നേരായി ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ വാക്കിനെ സമ്മതിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ കഷ്ടവും എൻ്റെ വേദനയും എൻ്റെ ദുഃഖമൊന്നും ഞാൻ ഓർക്കില്ലായിരുന്നു. അതൊന്നും ഓർക്കുവാൻ ദൈവം അനുവദിച്ചില്ലായിരുന്നു. വാഹനത്തിലായിരുന്നു ഞാൻ കരയുന്നത്, വാഹനത്തിലായിരുന്നു ആത്മാവിൽ നിറയുന്നത്, വാഹനത്തിലായിരുന്നു. ഒരു വാക്ക് എപ്പോഴും പറയും, കർത്താവേ ലജ്ജിപ്പിക്കരുതേ എന്ന് പറയുമായിരുന്നു. കർത്താവ് വിശ്വസ്തനായിരുന്നു, ലജ്ജിപ്പിച്ചില്ല. കഴിഞ്ഞ ദിവസം വരെയും വിശ്വസ്തനായി കൂടെ നടത്തി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓട്ടം ഓടുന്നു. അന്ത്യത്തോളം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ജീവിച്ച് എൻ്റെ അവകാശത്തിൽ ചേരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ചുരുക്കി പറയുക, അത്യാവശ്യം മാത്രം പറയുക. ദൈവത്തിൻ്റെ മഹത്വം നമ്മെ വിട്ട് നിത്യതയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ച പ്രിയ അപ്പച്ചൻ്റെ വേർപാടൊരുമിച്ച് ഒരു സാക്ഷിയായി നിൽപ്പാൻ സഹായിച്ചു തോർത്ത് സ്തുതിക്കുന്നു. അതേ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്രമം എന്നെ രാപ്പകൽ അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ സൗരഭ്യവാസന പരത്തിക്കൊണ്ട് ധന്യപൂർണ്ണമായ ഒരു ജീവിതം നയിപ്പാൻ പ്രിയ പാസ്റ്റർക്ക് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദുഃഖമെങ്കിലും വേർപാട് സ്വർഗത്തിന് ലാഭമായി സിയോനിൽ ഒരു വിലയേറിയ കല്ലുകൂടെ ചേർക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിക്ടർ അപ്പച്ചൻ സുഖമില്ലാതെ ഇരുന്ന് സൗഖ്യം പ്രാപിച്ച സമയത്ത് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പ്രാപിച്ച സൗഖ്യത്തെക്കുറിച്ച് നീ സാക്ഷി പറയണമെന്ന് പറയുകയുണ്ടായി. അപ്രകാരം വിക്ടർ അപ്പച്ചൻ കളയിക്കാവിളയിൽ വെച്ച് സുഖമില്ലാതായി മരണത്തിൻ്റെ വക്കോളം എത്തുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് അല്പമായ ഒരു വിടുതൽ ലഭിച്ചു. വീണ്ടും സൗഖ്യമില്ലാതെയായി. അപ്രകാരം എരുത്താവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കടന്നു വരുവാനിടയായി. വീൽ ചെയറിൽ എടുത്താകുന്നു അപ്പച്ചനെ റൂമിൽ കൊണ്ടുവന്നത്. അപ്രകാരം ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ ശുശ്രൂഷിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരം കുറ്റ്യാണി എന്ന് പറയുന്ന ആ സഭയിൽ വെച്ച് ഒരു ഫുൾ നൈറ്റ് പ്രാർത്ഥന നടക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിൽ നമ്മളെ ഇപ്പോഴത്തെ തിരുവല്ല സെൻട്രൽ അപ്പച്ചൻ കുഞ്ഞുമോനപ്പച്ചൻ 3:30 മണിയോടനുബന്ധിച്ച് വിക്ടർ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിക്ടർ അപ്പച്ചൻ്റെ മേൽ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുകയുണ്ടായി. ഒരു പുതുതായി അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആത്മാവിൽ സംസാരിച്ച് നൃത്തം ചെയ്യുമോ അതുപോലൊരു അനുഭവമായിരുന്നു. അപ്പോൾ റൂമിൽ ഞാനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. അതേ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുന്നതായ ഒരു അനുഭവം, പുതുതായി അഭിഷേകം പ്രാപിച്ച് ആ ഒരു അനുഭവമാകുന്നു ആ സമയത്തുണ്ടായത്. അപ്പോൾ റൂമിന് പുറത്തുള്ളവരും മറ്റ് സഹോദരന്മാരെല്ലാം റൂമിനകത്ത് വരികയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വ്യാപാര ശക്തി അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞെല്ലാം ശാന്തമായി എല്ലാവരും പുറത്തു പോവുകയുണ്ടായി. ഞാനും വേറൊരു സഹോദരനും അപ്പച്ചനും മാത്രം റൂമിലായി. അങ്ങനെ ഇരിക്കെ ഏകദേശം ഒരു 5 മണിയോടടുപ്പിച്ച് അപ്പച്ചൻ കിടക്കുകയായിരുന്നു. കിടക്കുവാൻ കഴിയില്ല, കിടക്കുക, എഴുന്നേക്കുക, ഇരിക്കുക, അപ്രകാരമായിരുന്നു.
പെട്ടെന്ന് ചാടി കട്ടിലിരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, റൂം മുഴുവനും സൗരഭ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നീ കാണുന്നില്ലേ എവിടെ നിന്നാ സൗരഭ്യം വരുന്നത്, നീ മണക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഇല്ല അപ്പച്ച, എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, ഇല്ല ആ റൂം മുഴുവനും സൗന്ദര്യം പരന്നിരിക്കുന്നു. ഞാൻ കേട്ട്, എന്ത് സൗന്ദര്യം അപ്പച്ച? അത് ഗിലെയാദിൽ നിന്ന് സൗരഭ്യവാസന പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം പറഞ്ഞു. താൻ വീണ്ടും മയക്കത്തിലോട്ട് പോയി. വീണ്ടും ഒരു നിമിഷം കഴിഞ്ഞ് വീണ്ടും താൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതാ ഗിലെയാദിൻ്റെ സൗരഭ്യം റൂം മുഴുവനും പരന്നുകൊണ്ടേയിരിക്കുന്നു, നീ അത് ആസ്വദിക്കുക. ആ ചുറ്റും പരവശനായി നോക്കുന്നു, എവിടെ നിന്നാകുന്നു സൗന്ദര്യം വരുന്നതെന്ന്. അപ്പോൾ വീണ്ടും താൻ പറയുന്നു, ഗിലെയാദിൽ നിന്ന് സൗരഭ്യം പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. വീണ്ടും താൻ പെട്ടെന്ന് മയക്കത്തിലായി. വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞ് താൻ പെട്ടെന്ന് എണീറ്റ് പ്രകാരം പറഞ്ഞു, ആ ഗിലെയാദിന് സൗരഭ്യം എൻ്റെ ശരീരത്തിന്മേൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് താൻ പറയുകയും പെട്ടെന്ന് താൻ മയക്കത്തിലാവുകയും ചെയ്തു. അതുവരെ താൻ മാസങ്ങളായി ഉറങ്ങാതിരുന്ന താൻ ഒരു 5 മിനിറ്റ് പോലും കണ്ടിന്യൂ ഉറങ്ങുവാൻ പറ്റാതിരുന്ന താൻ ഒരു 2 മണിക്കൂർ ഉറങ്ങി എഴുന്നേൽക്കുകയുണ്ടായി. അപ്പോൾ തനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം ലഭിക്കുകയുണ്ടായി. ആ സൗഖ്യം എൻ്റെ കണ്ണാലെ കാണുവാൻ എനിക്കും ദൈവം കൃപ ചെയ്തു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതൊരു വെള്ളിയാഴ്ച രാവിലെ ആകുന്നു. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച സഭായോഗമുണ്ട്. ഞായറാഴ്ച രാവിലെ സഭായോഗത്തിനെല്ലാവരും പോയപ്പോൾ ഞാനും അപ്പച്ചനും മാത്രമായിരുന്നു റൂമിലുണ്ടായിരുന്നത്. പെട്ടെന്നൊരു 10 മണിയോടനുബന്ധിച്ച് അപ്പച്ചൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. ഓടിപ്പോയി, അപ്പച്ച ശരീരം വേദനയായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നടുത്ത് പറഞ്ഞു, നീ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കൊടുത്തു. ഇല്ല നീ എഴുതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രകാരം അപ്പച്ചൻ ഒരു പാട്ട് പാടുകയുണ്ടായി. ആ പാട്ട് ഞാൻ എഴുതുകയുണ്ടായി. അതാകുന്നു ഇപ്പോൾ എറണാകുളം കൺവെൻഷനിലെ 2ാമത്തെ ആ പാട്ട് നമ്മളെ വിക്ടർ അപ്പച്ചൻ എഴുതിയതാകുന്നു. അപ്രകാരം വിക്ടർ അപ്പച്ചനിലൂടെ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ, ആ സൗഖ്യമാക്കുന്ന കരം അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെയും സഹായിച്ചു. വിക്ടർ അപ്പച്ചൻ്റെ നല്ല സ്വഭാവ ഗുണങ്ങളെല്ലാം എൻ്റെയും ജീവിതത്തിൽ പ്രാപ്തരാക്കിക്കൊണ്ട് അതേ നിത്യതയിൽ വിശുദ്ധന്മാർക്ക് അവകാശം കൊടുക്കുന്ന നല്ല നാളിൽ ദൈവസഭയോടൊപ്പം എനിക്കും അവകാശം ലഭിപ്പാൻ ദൈവം എന്നെയും സഹായിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. ഈ പ്രിയ ഈസ്റ്റർ പാസ്റ്ററെക്കുറിച്ച് സാക്ഷി പറയുവാൻ ദൈവം ഒരവസരം തന്നതിനായി സ്തോത്രം. ആദ്യമായി തിരുവനന്തപുരം സെൻട്രലിലെ സെൻട്രൽ പാസ്റ്റർ, സെൻട്രൽ മദർ കൂട്ടുവേലക്കാരുടെ എല്ലാം അനുശോചനം ആദ്യമായി അറിയിക്കുകയാണ്. ഈ പാസ്റ്ററെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ആദ്യമായി കാണുന്നത്. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു 1997. അവിടെ നിന്ന് സുവിശേഷ വേലയ്ക്കായി മദ്രാസിൽ വന്ന് എന്നെ വേലയ്ക്ക് എടുത്തതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരികയും പിന്നെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തിയാനാണ് പിന്നെ മദ്രാസിലേക്ക് പോകുന്നത്. അങ്ങനെ പ്രാർത്ഥന നടത്തുവാനായി ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. എനിക്ക് ധരിക്കേണ്ടുന്നതായ വസ്ത്രമെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. എന്നാൽ ഈ വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നെനിക്കറിയത്തില്ലായിരുന്നു. അവിടെ അന്ന് ആ പ്രാർത്ഥനയ്ക്ക് വന്ന് എം.ഒ. പോൾ അപ്പച്ചനും ഈ വിക്ടർ പാസ്റ്ററും പിന്നെ ഇപ്പോൾ റാന്നിയിലിരിക്കുന്ന സെൻട്രൽ മദറും ഒക്കെയാണ് വന്നത്. പെട്ടെന്ന് വസ്ത്രം ധരിച്ച് വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കാൻ പറഞ്ഞു. ഞാൻ നിന്ന് കറങ്ങുകയാണ്, ഇത് എന്താ ചെയ്യേണ്ടത്. ഈ വിക്ടർ പാസ്റ്ററാണെന്ന് വന്ന് എന്നെ മുറിക്കകത്തുകൊണ്ടുപോയി എന്നെ ആദ്യമായിട്ട് ഈ വസ്ത്രം ധരിപ്പിച്ചത് ഈ പാസ്റ്ററാണ്. അന്ന് മുതലാണ് വിക്ടർ എണ്ണയെ നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. പിന്നെ സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ പോയി 1 മാസത്തോളം അന്ന് അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ മദ്രാസിലേക്ക് പോയത്. ആ 1 മാസം അവിടെ നിന്നപ്പോൾ അവിടെയുള്ള ശുശ്രൂഷ അപ്പന്മാരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഈ വിക്ടർ പാസ്റ്റർ ആയിരുന്നു. അതിൽ പി ശ്യാമലപ്പച്ചനൊക്കെ കർശനമായി ശാസിക്കും. ഞങ്ങളുടെയൊക്കെ എന്നിൽ മുമ്പിൽ വെച്ചൊക്കെ ഈ വിക്ടറിനെ ശാസിക്കും. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തിനാണ് ഈ അപ്പച്ചൻ ഈ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ശാസിക്കുന്നത്. എന്നാൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് പോലെ നിന്ന് ആ ശാസനയെല്ലാം കേട്ട് ഒരു ശുശ്രൂഷിക്കുന്ന ആ സ്വഭാവം ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ ആരംഭത്തിലേ കാണുവാനിടയായി. അന്ന് മുതലേ വിക്ടർ അണ്ണയുമായി നല്ല പരിചയമാണ്. പിന്നെ പാസ്റ്ററായി ഇപ്പോൾ കർത്താവിൽ പ്രത്യാശ വെച്ച് നിത്യതയിൽ പ്രവേശിച്ചു. തിരുവചനത്തിൽ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 12:25 പറയുന്നു, തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, പ്രാണനെ കർത്താവിനായി കൊടുക്കുന്നവനോ നിത്യജീവനായി അത് ശേഖരിച്ചു വെക്കുന്നതാണ്. തൻ്റെ അഹോരാർത്ഥം രാവും പകലും കഷ്ടപ്പെട്ടതിൻ്റെ പ്രാണനെ പാനീയാഗമായി ഒഴിച്ച് നീതിയുടെ കിരീടത്തിൻ്റെ അവകാശിയായി ചേർന്നിരിക്കയാൽ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല.
നിത്യതയിൽ പോയി കാണാമെന്നുള്ള പ്രത്യാശ എല്ലാവർക്കും നൽകട്ടെ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മെ വിട്ട് നിത്യമായ വിശ്രാമത്തിൽ ചേർക്കപ്പെട്ട ഈ പ്രിയ പാസ്റ്ററിൻ്റെ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പായിട്ട് തൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും തന്നിൽ കൂടെ ലഭിക്കുന്നതായ ആത്മീകമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പലരും പറഞ്ഞ് കേൾക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നാൽ കൊട്ടാരക്കര സെൻറ്ററിലേക്ക് സ്ഥലം മാറി വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസമാണ് വന്നത്. അന്ന് ഇവിടെ ആയിരുന്ന വിശുദ്ധന്മാർ താമസിക്കുവാനായിട്ടുള്ള സൗകര്യം തന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മുറിയായിരുന്നു. ഇദ്ദേഹത്തോട് അധികമായി അടുക്കുവാനും പരിചയപ്പെടുവാനും മാത്രമല്ല, രാത്രി സമയങ്ങളിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, 2 മണിക്ക് 3 മണിക്ക് 1 മണിക്ക് ഏത് സമയത്തും തൻ്റെ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചില സമയത്ത് വളരെ ശാരീരികമായി താൻ ബലഹീനതയോടെ ആയിരിക്കുമെങ്കിലും അന്നേരം തന്നെ ചാടി എഴുന്നേറ്റ് ആ ഫോൺ എടുത്ത് അവരുടെ ആവശ്യമെന്തോ അവരുടെ പ്രശ്നമെന്തോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവം എനിക്ക് കാണുവാനിടയായിത്തീരുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് കുട്ടിയപ്പച്ചൻ